ഹലോ, കിലുക്കം വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുക്കിങ്ങും കൃഷിയും ഒന്നുമല്ല കേട്ടോ. 3-4 മാസമായി ഞാൻ എൻ്റെ വീട്ടിൽ പോയി ഒന്ന് നിന്നിട്ട്. നിങ്ങൾ വിചാരിക്കും 4-5 ദിവസത്തേക്കുള്ള പോക്കായിരിക്കുമെന്ന്. നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഇന്ന് വൈകുന്നേരം പോകുന്നു, നാളെ രാവിലെ വരുന്നു. ഈ ഒരു റൊട്ടീനാണ് കുറേ വർഷങ്ങളായി നടന്നു വരുന്നത്. വീട്ടിൽ ചെന്നപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ വെച്ചിട്ട് ആദ്യം റോഡിൽ പോയി ഒന്ന് നോക്കി. അവിടെ എൻ്റെ കുറച്ച് കുടംപുളി ഉണക്കാനിട്ടിട്ടുണ്ട് കേട്ടോ. പപ്പായുടെ ഒരു ഫ്രണ്ട് പപ്പായ്ക്ക് കൊടുത്ത അമ്മ അത് ചെറുതായിട്ട് ആവിയല്ല പുകയൊക്കെ കൊടുത്ത് ഉണക്കുന്നു. ഇതൊക്കെ എൻ്റെ പപ്പായുടെ കൊറോണ കാലത്തെ സൃഷ്ടികളാണ് കേട്ടോ. ഒന്നും പൂർത്തീകരിച്ചിട്ടൊന്നുമില്ല. അത് മുത്തശ്ശിയായിരുന്നു, ഇത് മുത്തശ്ശനൊരു 4 വർഷം കൂടെ കഴിയുമ്പോൾ സെഞ്ചുറി അടിക്കും. അമ്മ അടുക്കളയിൽ തിരക്കിട്ട ജോലിയിലായിരുന്നു. പിന്നെ ഇത്തിരി അലുവായും ഒക്കെ അവിടെ നിന്ന് കഴിച്ച ശേഷം ഞങ്ങളൊരു കല്യാണ വീട്ടിൽ പോയി. മുത്തശ്ശി എന്ന് പറയുമ്പോൾ അമ്മയുടെ അമ്മയും മുത്തശ്ശൻ എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ അച്ഛനുമാണേ. ഞാൻ വന്നു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പപ്പ വന്നായിരുന്നു. പപ്പയുടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞങ്ങൾക്ക് വീട്ടിൽ തന്നെ പപ്പയ്ക്കൊരു വർക്ക്ഷോപ്പുണ്ട്, പിന്നെ ഓട്ടോ ഉണ്ട്. പിന്നെ പുള്ളിക്കാരൻ അതിൽ ഓട്ടത്തിന് പോകുന്ന ടൈം ആയതുകൊണ്ടാണ് ഇപ്പോൾ കാണാത്തത് വീഡിയോയിൽ കേട്ടോ. അതിന് മുമ്പത്തെ വീഡിയോയിൽ പപ്പ വന്നിട്ടുണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ സന്ധ്യയ്ക്ക് ഓക്കെ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അനിയത്തിയുടെ വീട്ടിലേക്ക് അങ്ങ് പോയത്. അവിടെ ഞങ്ങളുടെ കുട്ടുവും സച്ചും ഒക്കെ ഉണ്ട്. അനിയൻ ആ സമയമായപ്പോഴത്തേക്ക് അവന് ഓട്ടം ഉണ്ടായിരുന്നു, അവൻ പോയി. അവൻ പിന്നെ വെളുപ്പിനേ വരത്തുള്ളൂ. പിന്നെ രാത്രി ഞങ്ങളുടെ തകൃതിയായിരുന്നു അവിടെ മേളമെന്ന് പറഞ്ഞാൽ ആ പെരയ്ക്കകം തിരിച്ചു വെച്ച് ഞങ്ങൾ. കുട്ടു ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും ഭയങ്കര ചട്ടമ്പി. പിന്നെ കുഞ്ഞ് കുറച്ച് നേരം ചേച്ചിയോടുള്ള സ്നേഹപ്രകടനമൊക്കെ കാണിച്ച് കട്ടിലൊക്കെ ചവിട്ടി രണ്ടുപേരും കൂടെ നാശമാക്കി. ചേച്ചി കുഞ്ഞിന് ഭയങ്കര സ്നേഹമായിരുന്നു. പിന്നെ ഞങ്ങൾ ചുമ്മാതെ അവനൊരു ടെസ്റ്റ് നടത്തി, ഇവൻ ആരുടെ അടുത്തേക്ക് ഓടി വരുമെന്നുള്ളത്. പിന്നെ പുള്ളിക്കാരൻ എൻ്റെ അടുത്തോട്ട് ഓടി വന്ന്. പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കുഞ്ഞുങ്ങളെ ഭയങ്കരമായിട്ട് കടിച്ചു പറിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ചെന്നപ്പോൾ തൊട്ട് എൻ്റെ കുഞ്ഞിന് ഇഷ്ടംപോലെ കടി ഞാൻ കൊടുത്തു. പക്ഷേ അവൻ കരയുന്നില്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നൈസായിട്ട് എനിക്ക് ഒരു അടി മാത്രമേ തരുന്നുള്ളായിരുന്നു. പിന്നെ കുഴപ്പമല്ല, സൂര്യാമ്മയല്ലേ. പിന്നെ 11:30 മണിയായപ്പോൾ ഉണ്ട് എൻ്റെ കുഞ്ഞ് വേണം. എന്തുവാ അവൻ്റെ ഭാഷയിൽ മുട്ടയ്ക്കാണ് എന്ന് പറയുന്നത്. അടുക്കളയിലോട്ട് ചൂണ്ടി ബഹളമായി അമ്മ എന്ന് പറഞ്ഞ്. അങ്ങനെ മുട്ടയൊക്കെ കൊടുത്ത് അവനെ ഉറക്കി. പിറ്റേന്ന് രാവിലെ ആയപ്പോഴത്തേക്കും ഞാൻ ടാറ്റ ഓക്കെ ബൈ ബൈ പറഞ്ഞ് പോന്നു. കുക്കുമോളെ അവർ വൈകിട്ട് തിരിച്ചു കൊണ്ടുവന്ന് വിടുമായിരുന്നു. അവരങ്ങനെ കൊണ്ടുവന്ന് വിട്ടിട്ട് നമ്മുടെ വീട്ടിലെ ഭാഗമാണ് ഈ കാണുന്നത്. പിന്നെ അവിടെ വന്ന് പുള്ളി എല്ലാവരുമായിട്ട് പെട്ടെന്ന് അങ്ങ് മിങ്കിളായി. കുറച്ച് നേരം അവർ ഇവിടെ ഇരുന്നു, ഞങ്ങളോട് കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ജ്യൂസൊക്കെ അടിച്ചു കൊടുത്ത് അങ്ങനെ സന്തോഷമായിട്ട് അവർ പോയി. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവന്മാർ രണ്ടും കൂടെ അവരുടേതായ ലോകത്ത് അവരങ്ങ് ചേരും. ഫോണിൽ എന്തെങ്കിലും കാണുമോ എടുക്കുകയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്ന് ഞങ്ങളുടെ ലോകം ഞങ്ങളുടെ കുട്ടുമായിരുന്നു കേട്ടോ. ഇങ്ങനെയുള്ള ഞങ്ങളുടെ ചെറിയ ചെറിയ സന്തോഷകരമായ നിമിഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ പിന്നെയും വീഡിയോയിൽ വരും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.